കുട്ടികൾക്ക് ലഹരി നൽകുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ലഹരി വിൽപ്പന നടത്തുന്നവർക്കെതിരെയും കർശന നടപടിയുണ്ടാവും. ഇതിനായി ഡി ഹണ്ട് എന്ന പേരിൽ പരിശോധന നടക്കുന്നുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു. കേൾക്കാം. എല്ലാ പെഡ്ലേഴ്സിനെയും മോണിറ്റർ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും എതിരെ ശക്തമായിട്ട് തന്നെ ഡി ഹണ്ട് എന്നുള്ള പേരിൽ അത് സ്റ്റേറ്റ് വൈഡുള്ള സ്പെഷ്യൽ ആക്ഷനാണ്. അതിനായിട്ടുള്ള ഡിസ്ട്രിക്ട് ആൻറ്റി നാർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്, കുട്ടികളാണ് ഇതിൽ ഇരയാവുന്നത്. അപ്പോൾ ഒരു 2-3 ഇയേഴ്സിൽ തന്നെ നശിച്ചു പോകും. അത്രയധികമാണ് ഇമ്പാക്റ്റ് വരുന്നത്. സ്പെഷ്യലി കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, അഡൾട്ട്സിന് തന്നെ ആൽക്കഹോൾ കിട്ടാതായിട്ട് അവർ ഡ്രഗ്സിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. സോ ഇത് എത്രയാണ് എക്സ്പോഷർ ഉണ്ടാവുന്നത്, അത്രയാണ് കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് റിസ്ക് കൂടുന്നത്. സോ ദാറ്റ്സ് വൈ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് റൂട്ട് ലെവലിൽ തന്നെ, സ്കൂൾ കോളേജസ് ലെവലിൽ തന്നെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. റിപ്പോർട്ടർ TV ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ്. ജനങ്ങളിലേക്കും സ്കൂളുകളിലേക്കും റിപ്പോർട്ടർ TV എത്തും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ബോധവൽക്കരണത്തിന് റിപ്പോർട്ടർ TV മുന്നിട്ടിറങ്ങും. കുടുംബങ്ങളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, നമ്മളുടെ സ്കൂളുകളിൽ നിന്ന്, ക്ലാസ് മുറികളിൽ നിന്ന് നമുക്ക് ബോധവൽക്കരണം ആരംഭിച്ചേ മതിയാവും. ഇതിൻ്റെ വിപത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കും. സ്വന്തം അമ്മയെ വായിൽ തുണി തിരുകി ഒരു മകൻ വെട്ടിക്കൊലപ്പെടുത്തുക, വെട്ടുവത്തിയുമായി വന്ന് ഒരു മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയെന്ന് പുലമ്പുക. ഇത്തരം ഭ്രാന്തികൾ പുലമ്പുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈയഴിച്ചു വിടണോ? കൂടുതൽ ജാഗ്രത ആവശ്യമുണ്ട് പൊതുസമൂഹത്തിനും സർക്കാരിനും. റിപ്പോർട്ടർ TV ഒപ്പമുണ്ടാവും ഈ ക്യാമ്പയിൻ ഏറ്റെടുത്ത് ജനങ്ങൾക്കിടയിലേക്ക്.